Hey, what's up guys? APPEKAZZ here. Welcome back to my channel APPEKAZZ. അപ്പോൾ മച്ചമാരെ ഞാൻ വീണ്ടും വന്നേ. എന്താണ് നിന്റെ ഉദ്ദേശം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിനക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന്? നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്? ചോദിക്കാനല്ലടാ പറയാനാ ഉള്ളത് എനിക്ക്. അപ്പൊ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ എടുത്തേക്കുന്ന പ്രൊഡക്റ്റ് ഒരു ആക്ഷൻ ക്യാമറയാണ്. ഞാനിന്ന് ഈ ആക്ഷൻ ക്യാമറ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഇത്രയും ഫ്യൂച്ചർ ഉള്ള ഇത്രയും ആക്സസറീസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ക്യാമറയുടെ വില തന്നെയാണ് ഗൈസ്. തംബ്നെയിൽ കണ്ടു ഓടി വന്ന എല്ലാ ചങ്ങാതിമാരും ഇതിന്റെ വില അറിയാനുള്ള എക്സൈറ്റ്മെന്റിലായിരിക്കും. ഇതിന്റെ വില എന്ന് പറയുന്നത് ഇവിടെ UAE 25 ദിറംസ് ആണ്, അതായത് നമ്മുടെ നാട്ടിലെ വെറും 500 രൂപ. ഇതിന്റെ വില കണ്ട ഒരു ഉടായ്പ പോണത്തെ ഞാൻ ഈ സാധനം അപ്പൊ തന്നെ മേടിച്ച് അൺബോക്സ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അപ്പൊ വില കേട്ടോന്നെ സ്കിപ്പ് ചെയ്യുന്ന എല്ലാ ചങ്കന്മാരോടും ഇതിന്റെ വീഡിയോ ഓഡിയോ ടെസ്റ്റ് ഈ വീഡിയോയുടെ അവസാനം ഉണ്ടായിരിക്കും. സോ ഗൈസ്, നമുക്ക് ഇതിന്റെ അൺബോക്സിലോട്ട് പോയാലോ? ലെറ്റ്സ് ബിഗിൻ ദ ജേർണി. യു വാച്ചിങ് APPEKAZZ. ഇറ്റ്സ് മീ APPEKAZZ ഹിയർ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. I'm back with the world's cheapest action camera. അങ്ങനെ ഇതിന് പറയാന്നറിയത്തില്ല, എന്താണല്ലോ അങ്ങനെ ഞാനങ്ങ് പറയാം. കാരണം ഇത് മേടിച്ചപ്പോ തന്നെ ഇതിന് സീലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഞാൻ അതുകൊണ്ട് ഒന്നും പൊട്ടിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്നതിന് വേണ്ടി 2 സെല്ലറ്റപ്പ് പൊട്ടിച്ചു വെച്ചു. അപ്പൊ നമുക്ക് നേരെ എന്റെ അൺബോക്സിലോട്ട് കിടക്കാം അല്ലേ. അൺബോക്സ് കാണുന്നതിന്റെ കൂടുതൽ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള എല്ലാ ചങ്കന്മാരും ചങ്കത്തിമാരും ഓടിച്ചെന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ സംഭവിച്ചാൽ അന്ന് തരാൻ പറ്റാത്ത കാര്യം ഞാൻ ഇപ്പൊ തന്നതാണ്. ഞാൻ കൃതാർത്ഥനായി. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും അറിയാം. ഇതുപോലെ തന്നെ ഒരു ആക്ഷൻ ക്യാമറ നമ്മൾ ഇതിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏകദേശം ഇപ്പൊ 8K അടുത്ത് വ്യൂ ആയിട്ടുണ്ട്. താങ്ക്സ് ഗൈസ്. അപ്പൊ അതിനകത്ത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നമ്മുടെ ഈ ക്യാമറയുടെ കൂടുതൽ ഫീച്ചറിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പൊ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ ബോക്സിനകത്ത് കിട്ടിയത്. ആദ്യം തന്നെ ഒരു വാട്ടർ പ്രൂഫിംഗ് കേസിംഗിലുള്ള നമ്മുടെ ക്യാമറ, USB കേബിള്, പിന്നീട് ക്ലിപ്പാണ് വരുന്നത്. പിന്നെ വരുന്ന ഒരു മൗണ്ട് ആണ്. പിന്നെ ഇത് സ്ട്രാഫാണ്, നമുക്ക് ക്യാമറ ഉപയോഗിക്കുന്ന സ്ട്രാഫാണ്. പിന്നെ കുറച്ച് യൂസർ മാനുവല്, പിന്നെ ഇതും ഒരു മൗണ്ട് ആണ്. പിന്നെ ഈ വരുന്നത് നമ്മുടെ സൈക്കിളിലൊക്കെ ഹാൻഡിൽ ബാറിൽ വെക്കുന്ന ഒരു ഹാൻഡിൽ മൗണ്ട് ആണ്. അത്യാവശ്യം ഒരു വടിക്കുള്ള എല്ലാ ആക്സസറീസും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഹെൽമെറ്റ് വെക്കുന്ന മൗണ്ട് ആണെങ്കിലും നമ്മുടെ സൈക്കിളിൽ വെക്കുന്ന മൗണ്ട് ആണെങ്കിലും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ക്യാമറ നോക്കാം ഗൈസ്. അപ്പൊ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ ക്യാമറ. എസ്പെഷ്യൽ ആയിട്ട് ഒരു ബ്രാൻഡ് നെയിമോ ഒന്നും ഇതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു പക്ക ചൈനയുടെ ക്യാമറ ആണ്. എന്താ ഉറക്കം വരുന്നു. അപ്പൊ മച്ചന്മാരെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് നോക്കാം. എക്സ്പെഷ്യൽ ആയിട്ട് എടുത്തു പറയേണ്ട കുറെ ഫീച്ചേഴ്സ് ഈ ക്യാമറയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ വാട്ടർ പ്രൂഫിംഗ് കേസിംഗ്. 30 മീറ്റർ വാട്ടർ പ്രൂഫിംഗ് കേസിംഗ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 30 മീറ്റർ വരെ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. 5 മെഗാപിക്സൽ ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറ ആണ് ഇതില് ക്യാമറ ലെൻസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മച്ചന്മാരെ, നെക്സ്റ്റ് എന്നാലും നമുക്ക് ഈ കേസിംഗ് ഈ ക്യാമറ ഒന്ന് എടുത്തു നോക്കാം. ഇതെന്താ വരാത്തത്? നീ ഇങ്ങനല്ലേ? പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഓക്കെ, കിട്ടി. അപ്പൊ നമുക്ക് ഇതിനകത്തൊന്ന് ക്യാമറ ഇങ്ങനെ എടുക്കാം അല്ലേ. എന്നാലേ ഇതിന്റെ ക്യാമറയ്ക്ക് എത്ര വലുപ്പമുണ്ട്, ഇതിന്റെ സ്വിച്ചിങ്, മറ്റു ഡീറ്റെയിൽസ്, മറ്റേ പോർട്ട് ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ഫുള്ള് സ്റ്റക്ക് ആണല്ലോ. അപ്പൊ മച്ചന്മാരെ, ഞാൻ എന്തായാലും ഈ ക്യാമറ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ടല്ലോ, ഇത്ര ടൈനി ആയിട്ടുള്ള വളരെ ലൈറ്റ് വെയിറ്റില് നല്ല ഒരു ഡിസൈനിലാണ് ഈ ക്യാമറ മെയ്ഡ് ചെയ്തേക്കുന്നത്. ചീപ്പായിട്ടുള്ള പ്ലാസ്റ്റിക് വെച്ചാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഇതിന്റെ അടുത്ത ഫീച്ചർ പറയുന്നത് ഇതിന്റെ വീഡിയോയിലാണ്. 1080p ഫുൾ HD വീഡിയോ ഇതിലൂടെ റെക്കോർഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മോഡ് ചേഞ്ച് ചെയ്യാനും സെലക്ട് ചെയ്യാനുമായിട്ടുള്ള ഒരുപാട് സ്വിച്ചുകൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. മൈക്ക്, സ്പീക്കർ ഇൻബിൽഡ് ആണ്. പിന്നീട് അതിനകത്ത് ഇവർ എടുത്തു പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഇതിന്റെ ഡിസ്പ്ലേ ആണ്. 2-inch LCD ഡിസ്പ്ലേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി പറയുമ്പോൾ 900 mAh ഒരു ബിഗ് കപ്പാസിറ്റി ബാറ്ററി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1.5 മണിക്കൂറോളം നമുക്ക് ഫുൾ HD വീഡിയോ ഇതിനകത്ത് ഈ ബാറ്ററി ഫുൾ ചാർജ് ആണ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇതിനകത്ത് മൈക്രോ USB പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 16 GB വരെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെമ്മറി കാർഡ് സ്ലോട്ടും ഇതിന്റെ കൂട്ടത്തിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൈസ്, എന്താണേലും നമുക്ക് ഈ സാധനം, ഞാൻ എന്റെ ബാറ്ററി ഇട്ടിട്ടുണ്ട്, നമുക്ക് ഇതൊന്ന് ഓൺ ആക്കി നോക്കാം. ഹോ, എന്റെ മോനെ രക്ഷപ്പെട്ടു ഗൈസ്. സംഭവം എന്നാലും ഓൺ ആയിട്ടുണ്ട്, പൈസ പോയിട്ടില്ല. മനസ്സിനൊരു സന്തോഷായി. ഓംലെറ്റ് കഴിക്കട്ടെ.
അപ്പൊ മറ്റവരെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്താണെന്നറിയോ, ഇതിന്റെ മൈക്രോ USB വെച്ച് നമുക്ക് ഇതിനകത്തുനിന്ന് ഡേറ്റാസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ മാറ്റുകയും തിരിച്ച് അതിനകത്തൂടെ നമുക്ക് അത് ഓപ്പൺ ആക്കുകയും പ്ലേ ചെയ്യുകയൊക്കെ ചെയ്യാം. അതൊരു എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വൈഫൈ ഒന്നും ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടില്ല കേട്ടോ. സോ അതിന്റെ ക്യാമറ ലെൻസ് നിങ്ങൾ നോക്കി എന്റെ കൈ കണ്ട. അപ്പൊ ഇതിന്റെ ലെൻസ് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയണേ നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അത് വളരെ മോശമാണ്, വളരെ പോറാണ്. നെക്സ്റ്റ് നിങ്ങളെല്ലാം നോക്കിയിരുന്ന ക്യാമറയുടെ ക്വാളിറ്റി ടെസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയുടെ സൗണ്ട് ക്യാമറയുടെ ഇൻബിൽഡ് മൈക്കാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഇത് 1080p ഫുൾ HD വീഡിയോ ആണ്. നെക്സ്റ്റ് ഈ കാണുന്നത് ഞാൻ എൻ്റെ ഫോണിൽ 4K ഒരു വീഡിയോ ഇട്ടേക്കുന്നതിന്റെ വീഡിയോ ആണ്. ഇതും 1080p ഫുൾ HD വീഡിയോ തന്നെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന നമ്മുടെ ക്യാമറയിൽ എടുത്ത 2 ഫോട്ടോസ് ആണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റി ടെസ്റ്റ്? എനിക്ക് ഒറ്റ നോട്ടത്തിൽ അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് ഇപ്പൊ തന്നെ പോയി കമന്റ് ഇടുക. അപ്പൊ എന്താണെന്ന് ഞാൻ ഇതിന്റെ ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ആവശ്യമുള്ളവരൊന്ന് പോയി ചെക്ക് ചെയ്യുക. ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല. സോ ഗൈസ്, നമ്മുടെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഇല്ല, ടൈം ഉണ്ടല്ലോ. എന്തായി? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.